ഹലോ സാറേ, ആ എന്തുണ്ട് വിശേഷം? ഞാൻ മൊത്തം സാറിന് സുഖം. ഞാൻ വെട്ടി കിടക്കല്ലേ. എന്ത് പറ്റി വിഷയം? ആ മറ്റേ കേസിൻ്റെത് ഹൈക്കോടതി സ്റ്റേ ആയിരുന്നു ഇത്രയും ദിവസം. ഇനിയിപ്പോ 2 വർഷം. ട്രയൽ തുടങ്ങി. അപ്പൊ എന്തായാലും ശിക്ഷിക്കുമെന്നാണ് പറയണത്. അഡ്വക്കറ്റും പറയുന്നു, എല്ലാവരും ഇത് പറയുന്നു. ഞാൻ ആ കൂടെ പെട്ടിരിക്കാം. പറഞ്ഞു ഞാനാ അവസ്ഥ എന്നറിയോ? ഞാനിപ്പോ മോൻസിനെ കണ്ടിട്ടില്ല, കുറെ കാലമായി കണ്ടിട്ട്. മോൻസിനെ കോടതി വരാറില്ല. ഇല്ല, കോടതിയിൽ വന്നില്ലായിരുന്നു. ഷമീറിന്റെ അടുത്ത് ചെയ്യാൻ പറ. ഷമീറിന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? സാറിന്റെ ഒരു ബലത്തിലല്ലേ ഞാൻ നിന്നത്. സാറ് പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്തു, ഇതെല്ലാം സംഭവം ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് ഒരു ഈ കേസില് പെൺകുട്ടികൾ പറയണതല്ലേ കോടതിയിൽ സാക്ഷികൾ പറയുന്നതിനപ്പുറം കോടതി വളരെ സീരിയസ് അല്ലേ? വക്കീലെന്താ പറഞ്ഞ കൺവിക്ഷൻ ആവും പറഞ്ഞ? കൺവിക്ഷൻ ആവുന്ന പറയണത്. ഇതിപ്പോ എല്ലാവരുടെയും ഇതാണല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞ മൊഴിയുണ്ടല്ലോ എന്നാണ് ജഡ്ജ് പറയുന്നത്. ആര് പറയണത്? ജഡ്ജ്. ബാക്കിയുള്ള തെളിവുകളൊന്നും പോരാ എന്നുള്ളതിലാണ് പറയണത്. പുള്ളി രക്ഷിക്കാൻ വേണ്ടി ഇരിക്കുക റെഡിയായിട്ട്. ജഡ്ജ് കൺവിക്ഷൻ ഇല്ല പറഞ്ഞത്. ഏതാണ് കൺവിക്ഷൻ ഉണ്ടാവുന്നല്ല, മൊഴിയുണ്ടല്ലോ എന്ന് പറയും. അതില് കൺവിക്ഷൻ ആണെന്ന് പറയൂലല്ലോ പുള്ളി. PP എന്ന് കാണാൻ PP എന്താ പറഞ്ഞത്? PP ഒന്നും പറഞ്ഞില്ല. നിനക്കിപ്പോ എന്താ ജോലി? ഞാനിപ്പോ എന്റെ പണി തന്നെ. വല്ലപ്പോഴും മേക്കപ്പ് കിട്ടും, അതിലിങ്ങനെ കഞ്ഞി കുടിച്ചിട്ട്. മറ്റേ കേസ് അറസ്റ്റ് ചെയ്യായിരുന്നല്ലേ? മറ്റേനകത്ത് അറസ്റ്റായി. അത് നീ ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലായിരുന്നു. പറഞ്ഞു. അവര് വീട്ടിൽ വന്ന് ഗണ്ണും കൊണ്ട് വന്നിട്ടാണ് എന്നെ പിടിച്ചോണ്ട് പോയത്. അറിയോ? തീവ്രവാദി. തീവ്രവാദിയെ പോലെയാണ് ഞാൻ പോയത്. ഒരു തെണ്ടിയക്കാരൻ എത്ര പേരെ കഷ്ടപ്പെടുന്നു. ഇവിടെ പെട്ട് ഞാൻ സാറിനെയും വിശ്വസിച്ചു. സാറ് മറ്റേ സുധാകരന്റെ കേസിൽ ആ സംഭവമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും പോയി പറഞ്ഞ. ദൂരം ഒന്നും ആയില്ല. എല്ലാം കൂടെ ഞാൻ അതും പെട്ട് ആ കേസുമായി. ഇനിയിപ്പോ ആ കേസിന്റെ ഇനിയിപ്പോ എന്താണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോ അവരെന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പറഞ്ഞൂടാ. പക്ഷെ ഈ സുധാകരന്റെ കേസിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അക്കൗണ്ടിൽ എത്ര രൂപ വന്നത്? ഈ മോൺസന്റെ കേസിൽ എന്ന് പറഞ്ഞേ. ഏതാണ് സുധാകരന്റെ? അല്ലെ, മോൺസന്റെ കേസിൽ നിങ്ങൾ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു? എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് 3 കോടി രൂപ. നിങ്ങൾ അറസ്റ്റ് ചെയ്തു വന്നിട്ട്? ഏതാണ്? ഇല്ല. നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? ഇല്ല. അതിനുള്ള വാഗ്ദാനം കേസിൽ അറസ്റ്റ് ചെയ്തില്ല. അതിപ്പോ ഞാൻ ഉത്തരവാണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ നിങ്ങളൊക്കെ ഇന്നസെന്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മോൺസിന് പറ്റിച്ച് പൈസ ഇട്ടുവെന്ന് ബോധ്യം വന്നോണ്ടല്ലേ നിങ്ങളെയൊക്കെ ഞാൻ അങ്ങനെ ആക്കിയത്. അന്വേഷണത്തിൽ അങ്ങനെയല്ലേ വന്നത്? ഇതാദ്യം എങ്ങനെയാണോ? ജോഷി അറിഞ്ഞിട്ടാണോ പൈസ അക്കൗണ്ടിൽ വന്നത്? അല്ല. ആ കാര്യം കൊണ്ടല്ലേ അന്ന് ഞാൻ ജോഷി സഹായിച്ചു തന്നത്. സഹായിച്ചല്ലേ, യഥാർത്ഥം ചെയ്തല്ലേ? നിങ്ങളെ എല്ലാം അക്കൗണ്ടും നിങ്ങളെല്ലാം പിന്നെ ഇമെയിൽ ആണെങ്കിലും SMS ആണെങ്കിലും മോൺസന്റേതാണെന്ന് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജോഷിയുടെ അക്കൗണ്ടിൽ പൈസ വരുമ്പോ അതിന്റെ കറസ്പോണ്ടിങ് മെയിൽ വരുന്നതും ജോഷിയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മാറ്റിയതിന്റെ ഇമെയിൽ വരുന്നതും SMS ഉപയോഗിക്കുന്നത് മോൺസന്റെ ആണ്. നമ്മൾ അത് തെളിവെടുത്ത് കോടതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്നസെന്റ് ആണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾ അക്കൗണ്ടിൽ പൈസ വരികയും നിങ്ങൾ അറിയാതെ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പൈസ മാറ്റുകയും ചെയ്യപ്പോ നിങ്ങൾ അതിന് റെസ്പോൺസിബിൾ ആണോ? അല്ല. ആ ഒരു കാര്യം കണ്ടത് കൊണ്ടാണ് അന്ന് അത് നമ്മൾ എവിഡൻസിലേക്ക് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവന്റെ മോൺസന്റെ അക്കൗണ്ടിൽ പൈസ വന്നത് മോൺസന്റെ ഏതൊരു ഇമെയിൽ ഉണ്ട്, ഒരു ആപ്പിളിന്റെ മെയിൽ ഐ ഡി മെസ്സേജ് വരണത്. SMS മോൺസന്റെ മോൺസന്റെ മൊബൈലിലാണ് വരണത്. ആ SMS മോൺസന്റെ മൊബൈലാണെന്നുള്ള ബാങ്കിൽ നിന്നുള്ള ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട് നമ്മള്. ജോഷിയുടെ അക്കൗണ്ട് എടുക്കുമ്പോ ജോഷിയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ബാങ്കിൽ കാണിച്ചേക്കുന്ന ഇമെയിൽ അഡ്രസ്സും ഫോണിന്റെ ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും ഞാനതെല്ലാം പറഞ്ഞു. അതുകൊണ്ടാണ് ജോഷിയുടെ അക്കൗണ്ടിൽ 3 കോടി വന്നതും ജോഷിയുടെ അക്കൗണ്ടിൽ 3 കോടി വന്നത് ഇന്നസെന്റ് ആണ്, ജോഷി അറിയാതെയാണ് വന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ജോഷി കേസ് ഇൻവോൾവ് ആവാറുന്നത്.
ഇപ്പൊ ജോഷിയെ പ്രതിയാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ നടക്കുന്നുണ്ട്. ആര്? പിന്നെ ഷമീറും യാക്കൂബും കൂടെ. ഷമീർ യാക്കൂബും കൂടെ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. ഇങ്ങനെ വന്ന പൈസ വന്ന അജിത്ത്, ജെയ്സൺ എല്ലാരെയും പ്രതിയാക്കണമെന്ന് പറഞ്ഞിട്ട്. ജോഷിയുടെ പേര് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ജോഷിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും അന്വേഷിക്കുമ്പോ ഏറ്റവും കൂടുതൽ പൈസ വന്നേക്കുന്ന ആരുടെ അക്കൗണ്ടില്? എന്റെ അക്കൗണ്ടില്. അപ്പൊ ജോഷി ഓട്ടോമാറ്റിക്കലി പ്രതിയാവൂലേ വീണ്ടും? അതെ, അതിനുവേണ്ടി മുഖ്യമന്ത്രി വില എടുത്തിട്ടുണ്ട്. ആണോ? ഒന്ന് ഇവനെ ചോദിച്ചു നോക്ക്. നീ അജിത്തിനെ വിളിക്കാറില്ലേ? അജി വിളിക്കാറില്ല. അന്ന് ഉടക്കിപ്പോയതല്ലേ മറ്റേ ഞാൻ മറ്റേ ആ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ, എന്താണ് ഇവന്റെ അടുത്ത്. അവൻ ആ കറക്റ്റ് തെളിവ് വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ജെയ്സൺ, ഞാൻ ആ കല്യാണത്തിന് പോയതിന്റെ ഫോട്ടോ അവന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അവന്റെ ഫോണിനകത്ത് എടുത്തതുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞേക്കുന്നത് എന്നെ ആർക്ക് കണ്ടാലും മനസ്സിലാവും ആ ഫോട്ടോ. നിങ്ങൾ നേരെ പോയിട്ട് ജോഷിയുടെ അടുത്ത് നമ്മളെ ക്രൈംബ്രാഞ്ചിലെ ഓഫീസിലെ ജോഷി ഇല്ലേ? ക്രൈംബ്രാഞ്ചിലെ SP ഓഫീസിലെ ജോഷി എന്ന് പറഞ്ഞാൽ പോലീസുകാരനല്ലേ? അതെ, ഒരു SI ഉണ്ട്. അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും. ഈ ഷമീറും യാക്കൂബ് കൊടുത്തേക്കുന്ന പരാതി ഷമീറല്ലേ? യാക്കൂബ് കൊടുത്തേക്കുന്ന ഷമീറാണ്. അത് ആ കേസിൽ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നമാതിരിയാണ്, എന്നാണ് സംഭവം എന്ന് പറഞ്ഞു. എന്റെ പേരുണ്ട്. എന്നെ മൊഴി എടുത്ത് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാ അവര് കൊടുത്ത കേസിന്റെയാണോ അത് വിളിപ്പിച്ചത്? ഞാൻ മൊഴി ആണ് യാക്കൂബ് കൊടുത്താൽ പരാതി. യാക്കൂബ് ഷമീറും കൂടെ ജോഷിയെ പ്രൊട്ടക്ട് ചെയ്ത് നടക്കല്ലെന്ന് പറയുന്നത്. ഹലോ, ഞാൻ നിങ്ങൾക്ക് നിയമപരമായ എല്ലാ പരീക്ഷയും പേടിച്ചു തന്നപ്പോ ഇവന്മാരുടെ കൂടെ നടക്കല്ലെന്ന് നിങ്ങള്. ഞാൻ ഇവരുടെ കൂടെ എവിടെ നടന്നു സാറ് പറയണേ? ഞാൻ ഇവരുടെ കൂടെ എന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്താൻ എനിക്ക് ഇവരൊന്നും നേരിട്ട് യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല. എന്റെ അടുത്ത് വന്നിട്ട് അജിയാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. ഷമീർ എനിക്ക് പിന്നെ ഞാൻ കാണുന്നത് സാറിന്റെ കൂടെ അവിടെ വന്നു മോൺസന്റെ കേസിൽ ജോഷി നിരപരാധിയാണ്. അതായത് ജോഷിയുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടുള്ളത്. മോൺസൺ നിങ്ങളുടെ അക്കൗണ്ട് ആ സമയം നെറ്റ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വരുന്നത്. അതെ, അതുകൊണ്ടാണ് നിങ്ങൾ ആ കേസിലേക്ക് ഇൻവോൾവ് ചെയ്യാതെ ഞങ്ങൾ മാറ്റിയത്. ഇത് ഞാൻ മാത്രമല്ലോ ചെയ്തത്, ഞങ്ങൾ ടീം ഓഫ് ഓഫീസേഴ്സ് അല്ലേ ചെയ്യണത്. അതെ, ഞാന് പിന്നെ സാറിനെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴാണ് എന്താണ് സാറ് പറഞ്ഞു സാറ് റിട്ടയർ ആയി. ഇനിയിപ്പോ അടുത്ത എന്തൊക്കെയാണ് പുതിയ പേര് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വൈകി സാറ് ജീവിച്ചു മടുത്ത്. ഞാന് എന്താണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് അറിയാലോ. മോൺസന്റെ മകനോട് ബന്ധപ്പെടാറില്ലേ ഇപ്പം? ഇല്ലില്ല, ഞാൻ വിളിക്കാറില്ല. ആരും വിളിക്കാറില്ല. ഞാൻ ആ ജയിലിൽ പോയതിനു ശേഷം ആരെയും ഞാൻ വിളിക്കാറില്ല. ആരും നമുക്കൊരു സഹായവും ഇല്ല. ഞാൻ പട്ടിണി കിടക്കുക. ഒരു കുറെ ക്രെഡിറ്റ് ആപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അതിന് പൈസ എടുക്കും, ഭക്ഷണം കഴിക്കും, വല്ലപ്പോഴും വർക്കുണ്ടെങ്കിൽ പോയി ചെയ്യും, അതിന്റെ പൈസ അടയ്ക്കും. ഇതാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. സാറ് നമ്മളൊക്കെ ഉണ്ടല്ലോ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ എനിക്കിപ്പോ 40 വയസ്സായി. ഇനി കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10-30 വർഷം കൂടെ ജീവിച്ചിരുന്നാൽ ജീവനുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മൾ മരിച്ചു പോകാനുള്ളതാ. ഇനിയിപ്പോ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞ. നിങ്ങളെ കാര്യം ഈ മോൺസന്റെ മറ്റേ കേസിൽ ഞാൻ വിളിക്കാം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.